നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഭരണനിർവഹണം, അഡ്മിനിസ്ട്രേഷൻ. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ചിലപ്പോ ഒരു ഡ്രൈ ഫീൽ തോന്നാം, അല്ലേ? ശരിയാണ്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതെല്ലായിടത്തുമുണ്ട്. അതെ. ഒരു സർക്കാർ ഓഫീസ് നോക്കിയാലോ, അല്ലെങ്കിൽ ഒരു വലിയ കമ്പനി നോക്കിയാലോ, എന്തിനധികം ഒരു വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത് പോലും ഒരു തരത്തിൽ ഒരു ചെറിയ അഡ്മിനിസ്ട്രേഷനാണ്. അതെ. പൊതുവായ ചില ലക്ഷ്യങ്ങൾ അത് നേടാൻ ഒന്നിലധികം പേർ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇത് വന്നു. അപ്പോ നിങ്ങളൊരു പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ആശയം അത് നന്നായി മനസ്സിലാക്കാൻ നോക്കുകയാണെങ്കിലും ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായും. ഭരണനിർവഹണം എന്ന് പറഞ്ഞാല് അത് വെറുതെ കുറെ ജോലികൾ അങ്ങ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങള് അത് ഏറ്റവും നന്നായിട്ട് കാര്യക്ഷമമായിട്ട് എങ്ങനെ നേടാം, അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങള്, അത് മനുഷ്യരാവാം, മറ്റു വസ്തുക്കളാവാം, ഇതിനെയൊക്കെ എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാം എന്നതാണ് ശരിക്കും ഇതിന്റെ ഒരു കാതല്. ഹെർബർട്ട് സൈമൺ പറഞ്ഞൊരു കാര്യമുണ്ട്, പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്ന മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണിത്. അപ്പൊ അവിടെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന രീതി, ഡിസിഷൻ മേക്കിംഗ്, അത് വളരെ പ്രധാനമാണ്. പണ്ട് വുഡ്രോ വിൽസനൊക്കെ ഇതിനെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ വേറിട്ട് നിയമങ്ങൾ നടപ്പാക്കുന്ന ഒരു ശാസ്ത്രീയ പ്രക്രിയയായിട്ട് കാണാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ ഈ പ്രക്രിയ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്? ഇതിനെ ലളിതമാക്കാൻ ലൂത്തർ ഗ്യൂലിക്ക് ഒരു ഫോമുല പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, POSDCORB എന്ന് പറഞ്ഞ്. POSDCORB അത് വളരെ ഫേമസ് ആണ്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, അങ്ങനെ 7 എണ്ണം. അതെ. ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് എന്നുവെച്ചാൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മുതൽ അതിനുവേണ്ട ആളുകളെ സംഘടിപ്പിക്കുന്നത്, സ്റ്റാഫിനെ വിൽക്കുന്നത്, അവരെ നയിക്കുന്നത്, പിന്നെ ഏകോപിപ്പിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്, പണം കൈകാര്യം ചെയ്യുന്നത്, ബഡ്ജറ്റിംഗ് വരെ. അതെ. ഇത് ശരിക്കും ഭരണനിർവഹണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു മെക്കാനിസമാണ് കാണിക്കുന്നത്, ഒരു നടത്തിപ്പിന്റെ രീതി. ഒരു ടൂൾ കിറ്റ് പോലെ അല്ലേ? അതെ, ഒരു ടൂൾ കിറ്റ് പോലെ. ഈ POSD ഭരണനിർവഹണത്തിന്റെ ആ ഒരു രീതിശാസ്ത്രത്തെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, അതൊരു ഭാഗമേ ആകുന്നുള്ളൂ. ഇതൊരു ടൂൾ ബോക്സ് ആണെന്ന് വെക്കാം. അതിൽ കുറേ ഉപകരണങ്ങളുണ്ട്. പക്ഷെ ആ ഉപകരണം വെച്ച് എന്തു പണിയണം? ഒരു കസേരയാണോ, മേശയാണോ? അത് ടൂൾ ബോക്സ് പറയില്ലല്ലോ. ഇല്ല. അവിടെയാണ് ഭരണനിർവഹണത്തിന്റെ മറ്റേ കാഴ്ചപ്പാട് വരുന്നത്. വിഷയപരമായ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ വ്യൂ എന്ന് പറയും. ചിലരതിനെ ഇന്റഗ്രൽ വ്യൂ എന്നും വിളിക്കാറുണ്ട്. ഓഹോ, സബ്ജക്ട് മാറ്റർ വ്യൂ. അതെന്താണ്? അതായത് ഈ POSDCORB എന്നൊക്കെ പറയുന്നത് വെറും ഉപകരണങ്ങളാണ്. ഭരണനിർവഹണം ശരിക്കും നടക്കുന്നത് എവിടെയാണ്? പൊതുനയം, വിദ്യാഭ്യാസം, ആരോഗ്യം, ക്രമസമാധാനം, സാമൂഹ്യക്ഷേമം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ്. അപ്പോൾ ആ വിഷയങ്ങളാണ് പ്രധാനം. ശരിയാണ്. അപ്പോൾ ഏത് ഫീൽഡിലാണോ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് ആ ഫീൽഡിന്റെ സ്വഭാവം അനുസരിച്ച് കാര്യങ്ങൾ മാറും. തീർച്ചയായും. ഒരു ആശുപത്രി ഭരിക്കുന്നത് പോലെ അല്ലല്ലോ ഒരു പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്. രണ്ടിടത്തും POSDCORB ഉപയോഗിക്കാം. പക്ഷേ ആരോഗ്യകാര്യങ്ങളിലെ ഭരണവും ക്രമസമാധാന ഭരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. വളരെ ശരിയാണ്. അപ്പോൾ ഈ ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ സർക്കാരിന്റെ പണി കൂടുകയല്ലേ? അതെ. പണ്ട് ഒരു മിനിമം ഗവൺമെന്റ് മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ നിയമമുണ്ടാക്കണം, നടപ്പാക്കണം, ആരോഗ്യം, വിദ്യാഭ്യാസം, റോഡ്, പാലം, പരിസ്ഥിതി സംരക്ഷണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ദുരന്ത നിവാരണം വരെ. അപ്പൊ ഗവൺമെന്റിന്റെ റോള് വലുതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരണനിർവഹണത്തിന്റെ കളരിയും വലുതാവുകയാണ്. അതിന്റെ വ്യാപ്തി കൂടുന്നു. അപ്പോ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ POSDCORB ടൂൾസ് മാത്രം പോരാ, ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവും പ്രധാനമാണ്. കൃത്യം. അതാണ് ഇന്റഗ്രൽ വ്യൂ അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ വ്യൂ പറയുന്നത്. ഈ വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരാൾ ചെയ്യുന്ന ജോലി മുതൽ ഏറ്റവും മുകളിലുള്ള സെക്രട്ടറി എടുക്കുന്ന പോളിസി തീരുമാനം വരെ ഇതെല്ലാം ഭരണനിർവഹണ പ്രക്രിയയുടെ ഭാഗമാണ്. അപ്പോൾ ഇതൊരു വെറും ടെക്നിക്കൽ കാര്യം മാത്രമല്ല. അല്ല, അതൊരു സാമൂഹിക പ്രക്രിയ കൂടിയാണ്. കാരണം ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്, സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രധാന ആശയം ഇതാണ്: ഭരണനിർവഹണം എന്നത് ചില ലക്ഷ്യങ്ങൾ നേടാൻ ഒന്നിച്ച് ഒരു ചിട്ടയോടെ പ്രവർത്തിക്കുന്ന രീതിയാണ്. അതെ.
അതിന് POSDCO-RB പോലുള്ള സാങ്കേതിക വശങ്ങളുണ്ട്, കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു എന്ന വിഷയവും, അത് ആരോഗ്യമാവാം, വിദ്യാഭ്യാസമാവാം, സുരക്ഷയാവാം, അതും വളരെ വളരെ പ്രധാനമാണ്. ശരിയാണ്. ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ചും സർക്കാർ തലത്തിലെ ഇതിന്റെ പ്രാധാന്യവും ആ ഒരു വ്യാപ്തിയും അത്രയും വലുതാണ്. അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? തീർച്ചയായും. ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാൻ വേണ്ടി. എന്താണത്? ഈ ഭരണനിർവഹണ തത്വങ്ങളും ഈ POSDCO-RB പോലുള്ള രീതികളുമൊക്കെ നമുക്കറിയാം. എന്നാൽ ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല സേവനം, അത് കാര്യക്ഷമമായിട്ട്, വേഗത്തില്, വലിയ ബുദ്ധിമുട്ടില്ലാതെ, സുതാര്യമായിട്ട് എങ്ങനെ എത്തിക്കാം? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ അറിവുകളെയൊക്കെ എങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും? നമ്മൾ പറഞ്ഞല്ലോ, താഴെത്തട്ടിലുള്ള ജീവനക്കാരൻ മുതൽ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ വരെ ഇതിന്റെ ഭാഗമാണ്. ഇവരുടെയൊക്കെ പ്രവർത്തനം ഏറ്റവും നന്നായി ഏകോപിപ്പിച്ച് ആത്യന്തികമായ ലക്ഷ്യം, അതായത് ജനങ്ങളുടെ ക്ഷേമം, അത് ഉറപ്പാക്കാൻ നിലവിലുള്ള ഈ രീതികൾ മതിയോ, അതോ പുതിയ സമീപനങ്ങൾ വേണോ? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. തീർച്ചയായും. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാം. ഈ വിഷയത്തിലേക്ക് ഒരുമിച്ചിറങ്ങിച്ചെല്ലാൻ ഞങ്ങളോടൊപ്പം കൂടിയതിന് വളരെ നന്ദി.